കേരളത്തിന്റെ നമ്പർ 1 FM. യെസ്, ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ലിബിൻ. ലിബിൻ, സ്കൂളിലെ പ്രണയം പൊളിഞ്ഞു. ചേച്ചീനെ പ്രണയിച്ചത് നശിപ്പിച്ചു. അപ്പൊ കോളേജിൽ പിന്നെ എന്താ സംഭവിച്ചത്? കോളേജിൽ ഇങ്ങോട്ട് വന്നാ പറഞ്ഞത്. ചേട്ടാ, നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പ്രണയാന്ന് പറഞ്ഞു. ആ കുട്ടി ഏതാണ്? ആ കുട്ടി എന്നിട്ട് എന്ത് പറ്റി? ഒരു 1.5 കൊല്ലം തകർത്തു പ്രേമിച്ചു. ഇങ്ങോട്ട് വന്നാരാ പറഞ്ഞേ? അങ്ങോട്ട് കുട്ടി പറഞ്ഞു. അപ്പൊ നമ്മള് വെയിറ്റ് ഇട്ടോ അതോ അപ്പൊ തന്നെ ഓ ഐ ലവ് യു ടു എന്ന് പറഞ്ഞു? ഇല്ല, ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഒരു പെങ്കൊച്ചു വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ആലോചിച്ചിട്ട് പറയാന്നോ? താരം ആരടോ? ഉടനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിചാരിക്കും ഓർത്ത്. ഈ പ്രണയത്തിന്റെ ഓരോ പാഠങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. പക്ഷേ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. ഒരു പെൺകുട്ടി വന്ന് ഇഷ്ടമെന്ന് പറയുമ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്നോ? അഹങ്കാരി. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ അങ്ങനെ ഒരു അഹങ്കാരിയാണ് റേണുവിന്റെ മുന്നിലിരിക്കുന്നത്. എന്തിനാ ലിബിന പെങ്കൊച്ചിന്റെ ഹൃദയം തകർത്തെ? അല്ല, ആലോചിച്ചിട്ട് പറയാന്ന് ഉടനെ കയറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിചാരിക്കും ഓർത്തായിരുന്നു. എന്നിട്ട് എത്ര നാൾ ആലോചിച്ചു? 2 ദിവസം. അത്ര ആലോചിച്ചല്ലോ. വെള്ളിയാഴ്ചയാണ് പറഞ്ഞത്, ശനിയാഴ്ച ഞായറാഴ്ച ഹോളിഡേ അല്ലേ. ഓ, ടെൻഷൻ അടിച്ചാണോ അല്ലേ? അതെ. എന്നിട്ട് പിന്നെ എന്താ ചെയ്ത? ചെന്ന് പറഞ്ഞോ ഇഷ്ടമാന്ന് പറഞ്ഞു. എന്നാലും അവളാ 2 ദിവസം എങ്ങനെയായിരിക്കും ഉറങ്ങിയ? ചമ്മലും ഒക്കെ കാണില്ലേ? അതന്നെ, ഞാനും ഉറങ്ങിയില്ലല്ലോ, എനിക്കില്ല ചമ്മൽ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചെന്ന് പറഞ്ഞു. പിന്നീട് ആ പ്രണയത്തിന്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരുന്നു? യാത്ര തുടക്കമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. കൂട്ടുകാരൊക്കെ അറിഞ്ഞോ? ആ, ക്ലാസ് കോളേജിലെല്ലാവർക്കും അറിയാം, ടീച്ചേഴ്സിനും അറിയാം. എല്ലാരും അറിഞ്ഞു. അയ്യോ. എന്നിട്ട് വീട്ടിലും പിടിച്ചു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടക്കത്തില് മെയിൽ അയച്ചോണ്ടിരിക്കുന്നത് ഫോൺ പിടിച്ചു. ഓക്കെ, ഇങ്ങനെ പിടിച്ച കഥകൾ കേൾക്കാനായിട്ട് നല്ല രസമാണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ. ബട്ട് അതിന് മുന്നേ കുറച്ച് പാട്ടുകളുണ്ട്. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെയുണ്ട് ലിബിൻ ആൻഡ് റേനു വിത്ത് ടൺ കണക്കിന് റൊമാൻസ്. വീട്ടിലൊരു പ്രണയം പിടിക്കുന്നതാണ് സത്യത്തിൽ ഭയങ്കര ടെൻഷനുള്ള കാര്യം. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു ആൻഡ് ലിബിൻ ആരുടെ വീട്ടിൽ ആദ്യം പിടിച്ചേ? അവളുടെ വീട്ടില്. എങ്ങനെ പിടിച്ചു? ഫോൺ മെയിൽ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അനിയത്തി കണ്ടു. അനിയത്തിമാര് ഭയങ്കര പാരകളാണല്ലേ. അതെ, അത് അവൾക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല, മമ്മിയുടെ ഫോണിൽ നിന്നാണ് മെസ്സേജ് ചെയ്തോണ്ട്. എന്നിട്ട് മെസ്സേജ് പെട്ടെന്ന് മെസ്സേജ് വരുന്നില്ല. ഞാൻ തിരിച്ചു വിളിച്ചു. അതോടെ എല്ലാം തീർന്നു. വീട്ടിലടിയൊക്കെ കിട്ടിയോ കുട്ടിക്ക്? അതറിയില്ല. ചോദിച്ചില്ലേ? ഇല്ല. ഇത് എത്ര നാളിനിടയില്ല പ്രണയം തുടങ്ങി? ഇതൊരു ഫസ്റ്റ് ഇയർ തുടങ്ങുമ്പോ, +1 സ്റ്റാർട്ട് ചെയ്തപ്പോ. നമ്മളെ ഇത് തുടക്കത്തിൽ തന്നെ ഇത് സംഭവിച്ചു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തോ? അതെ, ഫോൺ അറ്റൻഡ് ചെയ്തു. ആരാന്ന് ചോദിച്ചു. ഞാൻ കൂടെ പഠിക്കുന്ന ഫ്രണ്ടാണെന്ന് പറഞ്ഞു. പേരെന്താന്ന് ചോദിച്ചു. പേര് പറഞ്ഞു. വീട് എവിടെയെന്ന് ചോദിച്ചു. വീടും പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ റിലേഷൻ എന്താന്ന് ചോദിച്ചു. ജസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. റൂം സെർച്ച് ചെയ്തപ്പോ കാർഡ്സ്, മെസ്സേജസ് വായിച്ചപ്പോ അതെ, ഫ്രണ്ടിനോടാണ് ഐ ലവ് യു, ഐ മിസ് യു അത്രയെല്ലാം നിന്നായിരുന്നു. ഇല്ല, അത് പിന്നെ കോളേജിൽ വന്നു, പാരന്റ്സിനെ വിളിപ്പിച്ചു, കാര്യം പറഞ്ഞു. പഠിച്ചൊരു നിലയിൽ തന്നെ എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞു. അവിടെ വരെ എത്തി. ഓക്കെ, എന്തായാലും അതിനുള്ളിൽ ഇനിയും കാണും കഥകൾ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാനത് ചോദിക്കും. പക്ഷേ അതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കാം. നമ്പർ 567678. ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. വീട്ടുകാരറിയുന്നത് പിന്നെ വീട്ടിൽ തന്നെ തീരുന്നൊരു കാര്യമാണ്. പക്ഷെ കോളേജുകാരറിയണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ്. അറിയണു, ലിബിന്റെ അടുത്ത് ചോദിക്കട്ടെ, കോളേജിൽ എത്ര ടീച്ചർമാരുണ്ടായിരുന്നു കൺഫ്രണ്ട് ചെയ്യാൻ? ഒരു 2-3 പേരും ഉണ്ടായിരുന്നു. ആ ടെൻഷനിൽ എണ്ണാനും പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വിളിക്കുകയാണോ? ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ 2 ദിവസം അവള് കോളേജിൽ ഒന്നുമില്ല. ഒരു ദിവസം ഞാൻ പോയില്ല. പിറ്റേ ദിവസം ചെന്നപ്പോ അവളില്ല. പിറ്റേ ദിവസം ചെന്നപ്പോ എല്ലാവരും ഉണ്ട്. ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. വിളിച്ചിട്ടുണ്ടായിരുന്നു അതോ ചെന്ന് കഴിഞ്ഞിട്ട്? ചെന്ന് കഴിഞ്ഞിട്ടാ വിളിപ്പിച്ചു. എന്നിട്ട് ആരാ വന്ന വീട്ടിൽ നിന്ന്? ഫാദറാ. എന്റെ ദൈവമേ, അമ്മയോട് വരാൻ പറയാറുന്നില്ലേ? ഇല്ല, ഫാദർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അമ്മയാണേലായിരുന്നു പ്രശ്നം. അപ്പൊ അവളുടെ വീട്ടിൽ നിന്നോ? ഫാദർ ഉണ്ടായ അമ്മയുണ്ട്. എന്നിട്ട് നിലയിലായ കെട്ടിച്ചേരാന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ പക്ഷെ ഒന്നും പാടില്ല? അത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മെസ്സേജസ് ഇല്ല, പിന്നെ ഫോൺ കോൾ ഇല്ല. പക്ഷെ നിങ്ങൾ ഒരു ക്ലാസ്സിൽ തന്നെ അല്ലായിരുന്നോ? അതെ, +2 കഴിഞ്ഞപ്പോൾ. ഓ, ഇത് അവധിയുടെ ഫൈനൽ ഇയർ എക്സാം അവസാനോടെ പിടിച്ചത്. ഓക്കെ. എന്നിട്ട് പിന്നെ മെസ്സേജും കോളൊന്നും ഇല്ല? ഇല്ല, 1 കൊല്ലം കഴിഞ്ഞു. ആ പ്രണയം അങ്ങനെ തീർന്നു. വീട്ടിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ നല്ലൊരു റൊമാൻറ്റിക് ലൈഫ് അവർ കൊളാക്കി. അങ്ങനെ കൊളാക്കി തരുന്ന പേരൻസിനോട് എന്താ പറയാനുള്ളത്? ആരോട് ഈ ചതി ചെയ്യരുത്. പ്രണയിക്കുന്നവരെ ഇങ്ങനെ തകർക്കരുത്, നശിപ്പിക്കരുത്. പാപമാണ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ നമുക്ക് ഈ പണി തന്നവർക്കിട്ട് പാട്ട് വെച്ചു കൊടുക്കാം. പാട്ടിൽ പണിയല്ല, നല്ല പാട്ടാ.
സ്റ്റേ ട്യൂൺ ടു ക്ലബ് FM കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.